നമ്മ ഉണക്കം വീണ് അതെങ്ങനെ ഇതിൻ്റെ ഫോണിൻ്റെ റേഡിയോ ഫ്രീക്വൻസി എല്ലാ ഇഷ്യൂ ഈ ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ് ആ ഇഷ്യൂ വന്നത്. ഹൈ ഗൈസ്, ഒരാൾ തൂങ്ങി മരിച്ച വീട്, ഇതിൻ്റെ ബാക്കിലും കണ്ടാണ് തൂങ്ങി മരിച്ചത്. ഞാൻ ഡിജിക്കാൻ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ലൈറ്റ് മാത്രം പുറത്ത് കാണുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒച്ചയെ കേട്ടിട്ടുണ്ടെങ്കിൽ, അന്വേഷിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റക്കുള്ളൂ. ചുറ്റിനും വേറെ ആരുമില്ല, കണ്ട വേറെ ആരുമില്ല. നമുക്കിപ്പോൾ ഒന്ന് ചെയ്യാനുള്ളതായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ EMF മീറ്റർ മേടിച്ചിട്ടുണ്ട്. ആ മീറ്റർ വെച്ചിട്ട് ഇവിടെ ഗോസ്റ്റോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ കയറിയാണ്. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വല്ലതുകൊണ്ട് ഇവിടെ ആരും ഉണ്ടെങ്കിൽ നിങ്ങളെ ശല്യപ്പെടുത്താൻ വന്നതല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരിതുണ്ടെങ്കിൽ ശല്യപ്പെടുത്താൻ വന്നതല്ല. ഞാൻ നിങ്ങളോട് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു കസേര ഉണ്ടോ? ഈ ഒരു കസേര ഞാൻ പണ്ട് ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടി വരാൻ തുടങ്ങിയത് അവിടെ ചേട്ടൻ ഇരിക്കുന്നു. ഇതിൽ എൻ്റെ ഫ്രണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഒരു കസേരയുടെ മേളിൽ ബ്ലറായിട്ടാണ് എനിക്ക് ഫോട്ടോ കിട്ടിയത്. സോ അന്നവൻ എൻ്റെ അടുത്ത് അവിടെ ഭയങ്കര സീനുണ്ടോ, എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇവിടെ വീഡിയോ എടുക്കാൻ പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷോർട്ട് ഫിലിം വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷെ എന്താണെന്ന് ഇവിടെ എന്നെ പിന്നെ ഇവിടെ തന്നെ എത്തിച്ച്. ഇതൊരു റൂം പൊളിഞ്ഞാക്ക് വീണ അതിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ മറ്റേ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കി സ്ഥലം. ഈ സ്ഥലത്ത് കൊട്ടിയൊക്കെ നല്ല ഒച്ചയൊക്കെ കേൾക്കും. എവിടെ നോക്കിയേ, ഇത് വലിയൊരു ഹോള് പോലെയാണ്. കണ്ട, എനിക്ക് എന്തൊരു ക്ലിയറാണ് എനിക്ക് അറിയട്ടെ. ഒരു ഹോളാണ് കണ്ട, അവിടെ മതല് ഇതൊരു എനിക്കൊന്നും ഹോളം കണ്ട. പക്ഷെ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, ഫുൾ പുല്ലാണ്. അത് പെട്ടു. ഇവിടെ വവ്വാൽ ഉണ്ടായിരുന്നു കേട്ടോ. വവ്വാലവിടെ വവ്വാലില്ല. ഇതിൻ്റെ ബാക്കിലൊരു പാലമരമുണ്ട്, അത് ഞാൻ കാണിച്ചില്ല. രക്ഷവനുണ്ടോ മേളിൽ? കണ്ടില്ല, പാലല്ല, സോറി ഗൈസ്, ഇതൊരു പനമരമാണ്. കണ്ട മേലോട്ട് ഇവിടെ. ഇവിടെ 1 2 3 പനമരമുണ്ട്. EMF മീറ്റർ അൺബോക്സ് ചെയ്യാൻ വന്നാണ് ഇവിടെ. വല്ലാത്ത വിഷമം തന്നെയാണല്ലേ. ചേച്ചിട്ട് അടിച്ചു ഒരു ട്രൈപോഡ്. സോ ഇതാണ് നമ്മുടെ EMF മീറ്റർ. ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇതിൽ എനർജീസ് ഒന്നും ഉണ്ടെന്ന് അറിയുന്നു. സോ ഇതാണ് നമ്മുടെ EMF മീറ്റർ. ഇതേനാ ഇതാക്കട്ടെ. 3 ബാറ്ററിൻ്റെ ഒപ്പം കിട്ടിയിട്ടുണ്ട്. നമ്മ ഉണക്കം വീണ് ശരിക്കും ഓറഞ്ച് എത്തി, സേഫ് എന്ന് പറയണേ. ശരിക്കും ഗ്രീൻ ഓക്കെ, ഓറഞ്ച് കുറച്ചും കൂടി റെഡ് നിൽക്കാൻ പാടുന്ന അതിൻ്റെ അർത്ഥം. സോ ഇതിൻ്റെ അകത്ത് EMF മീറ്ററിൽ ഒരു കാര്യം പറയാം, റേഡിയോ ഫ്രീക്വൻസി വേവാണ് ഞാൻ ഈ കാണിക്കുന്നത്. റേഡിയോ ഫ്രീക്വൻസി വേവിലാണ് നമുക്കൂടെ എനർജീസ് ഉണ്ടായില്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. ലൈക്ക് അപ്പോൾ അതിലുണ്ടാ കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഇവിടെ പോകുമ്പോൾ ഒന്നുമില്ല. ഇനി ഇതിൻ്റെ അത്ര റേഡിയോ വേവ്സ് അടിക്കണം. എനിക്ക് തോന്നുന്നു അടുത്തോട്ട് വരുമ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ ഈ റേഡിയോ ഫ്രീക്വൻസി വേവിൽ റെഡ് ആവുന്നത്. സാധനം മേടിച്ച് സത്യം പറഞ്ഞ് തുറന്ന് നോക്കി. എനിക്ക് വീട്ടിൽ നിന്നിട്ടൊരു മനസ്സുണ്ടായില്ല. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ നോക്കിയാൽ ഫുൾ ഗ്രീനും റെഡ് ഞാൻ കണ്ടിട്ടേ ഉണ്ടായില്ല. ചുമ്മാ ചെറുക്ക ഞാൻ ഒന്ന്
കാണാൻ പറ്റും നോക്കട്ടെ. റെഡ് കണ്ട RF. നമുക്ക് RF മാറ്റി വെക്കാം. ഇത് പല്ല് ചിലക്കം വെച്ചിരുന്നു. ഞാൻ ചിലങ്കട വെച്ചിരുന്നു. സോറി. ഓക്കെ. സോ ഇത് മാഗ്നറ്റിക് ഫീൽഡ് എനർജി. ഇത് എൻ്റെ അടുത്ത് ഞങ്ങൾ യൂട്യൂബിലും ചുമ്മാ എഴുതി വെക്കാം, മ്യൂട്ടൊക്കെ ഉണ്ട്. ഞാനിത് വെച്ചിട്ട് യൂട്യൂബിലും നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ പറഞ്ഞത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡും റേഡിയോ ഫ്രീക്വൻസി വേവും ഈ രണ്ടിലും കൂടെ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസൻസ് ഉണ്ടോ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ നിൽക്കിയ രണ്ട് സാധനവും ഓറഞ്ച്, RF റെഡ് ഫ്രീക്വൻസി വേവ് ആണെങ്കിൽ ശരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷെ അത് റെഡ്. ഞാൻ സൗണ്ട് ഇടിപ്പിച്ചതാ. അതെങ്ങനെ? ഇതിൻ്റെ ഫോണിൻ്റെ റേഡിയോ ഫ്രീക്വൻസി എല്ലാ ഇഷ്യൂ ഈ ഒരു സ്ഥലത്ത്, ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ് ആ ഇഷ്യൂ വന്നത്. പിടിച്ചിട്ട് കണ്ടോ? പക്ഷെ ഇങ്ങോട്ട് വരുമ്പേ പെൻ ബാക്ക് ക്യാമറ കാണിച്ചിടാം. ഇരിക്കട്ടെ ഇത്. ഓക്കെ, ഇവിടെ നിന്നൊക്കെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. സാധനം മൊത്തം റെഡായിട്ട് എത്തിക്കാണ്ട ഈ ഒരു ചുറ്റുഭാഗത്ത് മൊത്തം. ഓക്കെ, കൂൾ. സൗണ്ട് വേണ്ട. നമുക്ക് ഇപ്പോൾ റെഡ് എത്തിക്കൊണ്ടിരിക്കണ്ട. നമുക്ക് എന്തായാലും കൂടിയേ ഇവിടെ ജസ്റ്റ് നടന്നിട്ട് വരാം. സ്റ്റിൽ ഓക്കെ. ഇതോരോ സ്ഥലത്തോട്ട് കയറുമ്പോൾ ഈ പറഞ്ഞ സൗണ്ട് ഹൈ 107 ഓവർ ഓൾമോസ്റ്റ്. ബാറ്ററി ചാർജ് നോക്കി, ബാറ്ററി ചാർജ് ഒരു കട്ടി പുതിയ ബാറ്ററി. ഞാൻ ഇന്നലെ കിട്ടപ്പോൾ ഫുൾ ചാർജ് ചെയ്യുന്ന സാധനമാണ് ഈ സാധനം. RF എങ്ങനെ അടിക്കുന്ന എനിക്ക് ഒരു പിടിയില്ല ഇവിടെ. കാരണം വീട്ടിൽ അത് ഓണാക്കി ഒരു 10-15 മിനിറ്റ് നടന്നിട്ടും എനിക്ക് ഈ RFൻ്റെ അകത്ത് ഈ ഒരു റെഡോ ഒറ്റ ഓറഞ്ചോ ഒന്നും കത്തുണ്ടായില്ല. RFലും ഇതിലും മറ്റേ ബാക്കിയുള്ള ഫോണിലൊക്കെ നോക്കിയപ്പോൾ കത്തുണ്ടായി. നമ്മുടെ ഈ മീറ്റർ വർക്കിംഗ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് 71, 102 പനമരത്തിൽ തന്നിട്ടുണ്ട്. ഒന്നുമില്ല ചോട്ടമ്പ. ഓക്കെ, പനമരത്തിനടുത്ത് ഓൾമോസ്റ്റ് ഈ വീടിൻ്റെ എല്ലായിടത്തും നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഈ ഒരു RF റേഡിയോ ഫ്രീക്വൻസിയിൽ റെഡാണ്. കണ്ടില്ലേ? എവിടെ? ഓട്ടോ ഇട്ട് നോക്കാം. സാനോ അതെന്തോ ചേട്ടേ? ഓ, മോളിൽ നിന്ന് വീണാന്ന് തോന്നുന്നു. നിങ്ങൾ കേട്ടാ? പക്ഷെ ഞാൻ കേട്ട്. എന്തോ വെച്ചാൽ കേട്ടല്ലേ ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഞാൻ ഇവിടെ വന്നത് ഇവിടെ എന്തെങ്കിലും എനർജീസ് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാണ്. അതേപോലെ നിങ്ങളുടെ എനർജീസ് ഉണ്ടെന്നുള്ളത് കാണിച്ചു തന്നു. അല്ലെങ്കിൽ എൻ്റെ EMF മീറ്റർ ഇപ്പോൾ ഗ്രീനായി. സോ നേരത്തെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായ ക്യാമറയും ടോർച്ചും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ പക്ഷേ ഗ്രീനായി. സെയിം സാധനം അതിൻ്റെ അകത്ത് യൂസ് ചെയ്തത് റെഡായിരുന്നു.
ഒരു തിരിച്ച് പോകാൻ പോവാണ്. കൊതുക് തന്നെയാണ്. പോകാൻ പോവാണ്. കാണാൻ പറ്റുള്ള അടിയിൽ ഒറ്റക്ക് വന്നെന്ന് കുറേ പേര് പറയണ്ടായിരുന്നു. ഞാൻ ഒറ്റക്ക് വന്ന് വീഡിയോ എടുത്ത് വേണം. ബൈ ഗൈസ്. ഇനി അടുത്ത ലൈവായിട്ട് അടുത്ത സ്ഥലം അടുത്തതിൽ നോക്കിയിട്ട് നല്ല സ്ഥലം നോക്കിയിട്ട് ഞാൻ വരാം. അവൻ്റെ അടുത്തെത്തി. സിഗ്നലെല്ലാം ഗ്രീൻ, എവറിത്തിങ് ഫൈൻ.